മോക്കിവിടെ ഒന്നിനൊരു കുറവ് ഞാൻ വരുത്തുകയില്ല. ജീവിതകാലം മുഴുവൻ മോക്കിവിടെ ഒന്നിനും ഒരു കുറവും ഞാൻ വരുത്തുകയില്ല. ഇവിടെ വന്ന് മോളെ ആരും ഒന്നും ചെയ്യല. അല്ലെങ്കിൽ പിന്നെ നമ്പിടിയങ്ങളുടെ ശവത്തിൽ ചവിട്ടിയിട്ട് വേണം. ഇതെല്ലാം അവന്റെ കളിയാ മോളെ. ആ ആദിത്യന്റെ. അവനാ ഇപ്പൊ ചെന്ന് പോലീസിനെ ഇളക്കി വിട്ടത്. മോളോട് പ്രതികാരം ചെയ്യാൻ അവൻ ഇനി ഇതുപോലുള്ള പല നമ്പറുകളും കാണിക്കും. പക്ഷെ അതിനെല്ലാം ഈ നമ്പിടിയങ്കള് പുഷ്പം പോലെ അങ്ങ് തോപ്പിക്കും. മോക്ക് വേണ്ടി അങ്കിൾ എന്തും ചെയ്യും. ആ മോക്കറിയോ, ഈ ഹൈറേഞ്ചിലെ പല വായി നോക്കികളും എന്നെ വേദനിക്കുന്ന കോടീശ്വരെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഞാൻ പക്ഷെ അവരോട് പ്രതികരിക്കാറൊന്നും പോകാറില്ല. കാരണം എനിക്കറിയാം അവര് പറയുന്നതൊക്കെ സത്യമാണെന്ന്. ശരിക്കും ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരനാണ്. കോടികൾക്ക് നടുവിൽ ഉറക്കം വരാതെ, ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നറിയാതെ പലപ്പോഴും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഓർക്കും, എന്നെങ്കിലും ഒരു വസന്തം ഉണ്ടായാലോ എന്ന്. ഓരോ വളവിനും തിരിവിനും അക്കരെ ഒരു വസന്തം തേടി ഞാൻ എൻ്റെ ജീവിതം ഇവിടം വരെ എത്തിച്ചു. വസന്തം പോയിട്ടൊരു വാടാമലര് പോലും എന്റെ മനസ്സിന്റെ തോട്ടത്തിൽ വിടർന്നില്ല. അങ്കിള് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. സാഹിത്യം നന്നായിട്ട് വഴങ്ങുന്നു തോന്നുന്നു. സാഹിത്യം മാത്രമല്ല മോളെ, എനിക്ക് എന്തും വഴങ്ങും. ആ മോക്കറിയോ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഗോപാലപിള്ള സാറ് എന്നെ വിളിച്ചോണ്ടെന്ന് എന്താണെന്ന്? സർവകലാ വല്ലഭൻ. എന്നാ ചെയ്യാം, ഒരു പണക്കാരനായി ജീവിച്ച് ഇങ്ങനെ ജീവൻ നശിപ്പിക്കാനാ എന്റെ വിധി. ആ പിന്നെ ഇയാളെ ഞാനൊന്ന് കൊല്ലും. ഓ കമ്പിളി കണ്ടത്തെ ഓറഞ്ച് ഓട്ടത്തിൽ നിന്നാ 1000 കിലോ ഓറഞ്ച് ഫിലാഡൽഫിയയിലേക്ക് കയറ്റി അയക്കുന്ന കാര്യത്തിനാ ഈ ഫിലാഡൽഫിയ എപ്പോ ഓർഡർ വന്നാലും പ്രശ്നങ്ങളാ. ഞാനൊന്ന് ഡീൽ ചെയ്യിച്ചു വരാവേ.